വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ രേഷ്മയാണെങ്കിൽ ശാലിനിയോട് പറയുന്നുണ്ട്, ഇതൊന്നും ഞാൻ മനഃപൂർവ്വം ഒളിച്ചു വെച്ചതല്ല, പക്ഷേ ആ ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ വെച്ച് അവന് കൊടുത്ത വാക്ക് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയാതിരുന്നതെന്ന് പറഞ്ഞിട്ട് ആ വിഷ്ണുവിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു സീനാണെങ്കിൽ രേഷ്മയോട് പറയുന്നുണ്ട്. വിഷ്ണുവിനെ ആ ഒരു ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് ആ ഒരു സ്ട്രക്ചർ കിടത്തിക്കൊണ്ട് ഇങ്ങനെ തിയേറ്ററിലെത്തി കൊണ്ടുപോകുമ്പോൾ എത്തുന്നതിന് മുന്നേ വിഷ്ണുവിനെ നിർത്താൻ പറയുന്നുണ്ട്. തുടർന്ന് രേഷ്മയോട് വിഷ്ണു തൻ്റെ കയ്യിൽ കിടന്ന ആ വള ഇങ്ങനെ ഊരുകയാണ്. എന്നിട്ട് അത് രേഷ്മയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് സൂക്ഷിച്ചു വെക്കണം, ഈ വളയുടെ പേരിലാണ് ഞാൻ അറിയപ്പെട്ടത് തന്നെ. ഇനി ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഇതെന്നെ അണിയിക്കണം, പിന്നെ മറ്റാരും ഈ കാര്യങ്ങളൊന്നും അറിയാനേ പാടില്ല എന്നിങ്ങനെ പറയുമ്പോൾ, ഇല്ല അങ്ങനെയൊന്നും സംഭവിക്കില്ല, ഞാൻ പ്രാർത്ഥിക്കാം എന്നിങ്ങനെ രേഷ്മ പറയുന്നുണ്ട്. അന്നേരം ഇങ്ങനെ എത്രയോ പ്രാർത്ഥനകൾ ഇങ്ങനെ വിഫലമായിട്ടുണ്ട്, അതുപോലെ തന്നെയാണ് എൻ്റെയും. പക്ഷേ എൻ്റെ മരണം ഒരിക്കലും ശാലിനി പിന്നെ അച്ഛനും അമ്മയും എൻ്റെ വീട്ടുകാരും അറിയാനായിട്ട് പാടില്ല. ഞാൻ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ട് എന്ന് കരുതി അവർ അങ്ങനെ സമാധാനത്തോടെ ഇരുന്നോട്ടെ. വേണമെങ്കിൽ രേഷ്മ എന്നെ കുറേ വഴക്കൊക്കെ ചേർത്ത് പറഞ്ഞു, പക്ഷേ അവരോട് പറഞ്ഞു, പക്ഷേ അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു മരണം ഞാൻ തിരിച്ച് ജീവിതത്തിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇതാരും അറിയാനായിട്ട് പാടില്ല. എൻ്റെ ശാലിനി അത് സഹിക്കാനായിട്ട്, എൻ്റെ കുഞ്ഞുങ്ങളെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വിഷ്ണു അങ്ങ് പൊട്ടി കരയുകയാണ്. അന്നേരം അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്നിങ്ങനെ വിഷ്ണു അതോർത്തൊന്നും പേടിക്കേണ്ട എന്നിങ്ങനെ രേഷ്മ പറയുമ്പോൾ, എൻ്റെ ജീവനെക്കുറിച്ച് ഓർത്ത് എനിക്ക് പേടിയില്ല, പക്ഷെ ഞാനില്ലാതെ എൻ്റെ ശാലിനി, എൻ്റെ അച്ഛനമ്മ, എൻ്റെ കുഞ്ഞുങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നതിനെക്കുറിച്ച് മാത്രമേ എനിക്ക് പേടിയുള്ളൂ എന്ന് പറഞ്ഞ് കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകയാണ്. രേഷ്മയ്ക്ക് ഒന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല. തുടർന്ന് പറയുകയാണ്, ഒരു പക്ഷേ ഞാനാണെങ്കിൽ ഓപ്പറേഷൻ വിജയിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അന്നേരം ഞാൻ കണ്ണ് തുറക്കുമ്പോൾ എനിക്ക് എൻ്റെ ശാലിനിയെ കാണണം, അച്ഛനമ്മ, എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് കാണണം. അഥവാ ഞാൻ മരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചിതാഭസ്മം പാപനാശിനിയിൽ ഒഴുക്കണം, പക്ഷെ ആരും അറിയരുത്, നീ എനിക്ക് വാക്ക് തരണമെന്നൊക്കെ ഇങ്ങനെ രേഷ്മയോട് പറയുകയാണ്. അങ്ങനെ ചെയ്യില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ രേഷ്മ എന്നങ്ങ് കരയുന്നുണ്ട്. വിഷ്ണു അതുപോലെ അങ്ങ് കരയുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം വിഷ്ണുവിനെ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സീനോടുകൂടി വിഷ്ണുവിൻ്റെ ആ ഒരു സീൻ ഈ സീരിയലിൽ, ഈ ഒരു പരമ്പരയിൽ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് വിഷ്ണുവിന് ഇനി സീനൊന്നുമില്ല. അതിന് ഇതൊക്കെ ഇങ്ങനെ രേഷ്മ ശാലിനിയോട് പറയുകയാണ്. അന്നേരം ശാലിനി നിന്നങ്ങ് കരയുകയാണ് ചെയ്യുന്നത്. തുടർന്ന് രേഷ്മ പറയുന്നുണ്ട്, ആ ഒരു വള രേഷ്മയുടെ കയ്യിൽ തന്നെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അന്നേരം പ്രാർത്ഥനയോടെ ഞാനാണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ കാത്തു നിൽക്കുക തന്നെ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അന്നേരം ഒരു വിഷ്ണുവിൻ്റെ ഒരു സീൻ കൂടി കാണിക്കുന്നുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് എല്ലാം മാസ്കൊക്കെ വെച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, വിഷ്ണുവിന് കൂടുതൽ ഇഷ്ടം ആരെയാന്ന് ചോദിക്കുമ്പോൾ ശാലിനി എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. പിന്നെ ആരെയാണ് ഇഷ്ടം ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ, അച്ഛൻ, സത്യ, പപ്പി എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുമ്പോൾ ഓരോരുത്തരെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ശാലിനിയുമായിട്ടുള്ള രംഗങ്ങളും പിന്നെ സത്യഭാമ ഇങ്ങനെ ചോറ് വാരി കൊടുക്കുന്നതും രാഘവൻ നായരോടൊപ്പം ഉള്ളതും കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുന്നതും ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. വിഷ്ണുവിൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. അതിനുശേഷം വിഷ്ണു ആ ഒരു മയക്കത്തിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു ഓപ്പറേഷൻ അവിടെ നടക്കുകയാണ് ചെയ്യുന്നത്. രേഷ്മ അവിടെ വെളിയിൽ ഇങ്ങനെ ഈ വളയും പിടിച്ച് ഇങ്ങനെ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും ഡോക്ടർ വരുന്നുണ്ട്. അന്നേരം പിന്നെ അവിടെ രേഷ്മ ശാലിനിയോട് പറയുന്നുണ്ട്, വിഷ്ണു പിന്നെ ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു, അത് സക്സസ് ആയില്ല എന്നിങ്ങനെ രേഷ്മ പറയുന്നുണ്ട്. അന്നേരവും ശാലിനി ഇങ്ങനെ കറങ്ങി നിൽക്കുകയാണ്, കണ്ണൊക്കെ നിറഞ്ഞൊഴുകിയിട്ട്. അന്നേരം അവിടെ രേഷ്മയോട് ഡോക്ടർ ഇങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, എന്തായി ഡോക്ടർ വിഷ്ണു എന്നിങ്ങനെ പറയുമ്പോൾ സോറി എന്ന് പറയുകയാണ്, രക്ഷപ്പെടുത്താനായില്ല, ഓപ്പറേഷൻ ഫെയിലിയർ ആയിരുന്നു എന്ന് പറയുകയാണ്. അന്നേരം ഡോക്ടർ, അവൻ എന്നെ ഒരുപാട് കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്, അതൊക്കെ ഞാൻ എങ്ങനെ ചെയ്യും, അവൻ്റെ വീട്ടുകാരോട് ഞാൻ എന്തു പറയുമെന്നും പറഞ്ഞ് രേഷ്മ എന്നങ്ങ് കരയുകയാണ്. അന്നേരം പറയുന്നുണ്ട്, 50-50 ചാൻസ് അല്ലേ പറഞ്ഞത്, പക്ഷേ ആ 50 നമുക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല. പിന്നെ വിഷ്ണു 5 പിന്നെ ജീവിതങ്ങൾക്ക് ജീവൻ നൽകിയിട്ടാണ് പോയിരിക്കുന്നത്. വിഷ്ണുവിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിലൂടെ 5 പേരിലൂടെ വിഷ്ണു ജീവിക്കുക തന്നെ ചെയ്യും. ആ 5 കുടുംബങ്ങളുടെ പ്രാർത്ഥന മാത്രം മതി വിഷ്ണുവിൻ്റെ കുടുംബത്തിന് ഒരു സങ്കടവും ഇല്ലാതെ, ഒരു നിരാശയും ഇല്ലാതെ ജീവിച്ചു പോകാനായിട്ടെന്ന് പറഞ്ഞിട്ട്, അവയവദാനമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദാനം എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഡോക്ടർ പറയുന്നതും രേഷ്മ ഈ ശാലിനിയോട് പറയുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ ആകെ തളർന്ന് കുഴഞ്ഞ് അങ്ങ് നടന്ന ആ ചുവരിലേക്കൊക്കെ പിടിച്ചിങ്ങനെ ശാലിനി ഇങ്ങനെ നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണുവിൻ്റെ ആ ഒരു ബോഡി ദഹിപ്പിക്കുന്നത് കാണിക്കുന്നുണ്ട്. അന്ന് ആ മാരിയപ്പൻ ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞതുപോലെ രേഷ്മയാണെങ്കിൽ ഷാൾ വെച്ച് ഇങ്ങനെ മുഖം മൂടിയിട്ടുണ്ടായിരുന്നു. ആംബുലൻസ് ഡ്രൈവറുണ്ട്, രേഷ്മയുണ്ട്, പിന്നെ ഈ മലേഷ് സെൽവമുണ്ട്. സെൽവത്തിൻ്റെ ആ മകളെയും കാണിക്കുന്നുണ്ട്. ആ ചിത ഇങ്ങനെ കത്തുന്നത് കാണിക്കുകയാണ്. അന്നേരം ആ മുമ്പിലേക്ക് ചെന്ന് നിന്ന് രേഷ്മ ഇങ്ങനെ ആകെ കരഞ്ഞ് മനസ്സിലാണ് പറയുന്നത്, എന്തിനാണ് വിഷ്ണു നീ ഇതൊക്കെ ഇങ്ങനെ ചെയ്തു കൂട്ടിയത്, ഒരു ഗതി കിട്ടാത്ത ആത്മാവിനെ പോലെ നീ എന്നെ ഇങ്ങനെ അലയുന്നത് എന്തിനാണ്, നിൻ്റെ കുട്ടികളെ കൊണ്ടുപോലും കർമ്മം ചെയ്യിക്കാതെ ഈ ഒരു ചടങ്ങ് ഇങ്ങനെ നടത്തേണ്ടത്
നടത്തേണ്ടി വന്നു. നീ എന്നെ കൊണ്ട് ഇതൊക്കെ എന്തിനാണ് ചെയ്യിച്ചത്? ഇതെല്ലാം ഒരിക്കലും നിൻ്റെ വീട്ടുകാർ അറിയുക തന്നെ ചെയ്യും. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല നിൻ്റെ ഭാര്യ ശാലിനി ചിന്തിക്കുന്നത്, അതുപോലെ ആയിരിക്കില്ല നിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ചിന്തിക്കുന്നത്. കുട്ടികളെ കൊണ്ടൊരു ബലി പോലും ഇടിക്കുക, നിൻ്റെ കർമ്മങ്ങൾ ചെയ്തതിന് ഞാൻ ഒരിക്കൽ അവരോടെല്ലാം ഉത്തരം പറയേണ്ടി വരും. പിന്നെ അന്ന് ഇതിനൊക്കെയാണോ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയത്? നീ സ്നേഹം കൊണ്ട് എന്നെ തോൽപ്പിച്ചു, പക്ഷേ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കല്ലോ എന്ന് പറഞ്ഞിട്ട് രേഷ്മ കത്തുന്ന ചിതയുടെ മുന്നിൽ നിന്ന് കരയുന്ന ഒരു സീനും അതൊക്കെ ഇങ്ങനെ രേഷ്മ ശാലിനിയോട് പറയുകയാണ്. അതിനുശേഷം രേഷ്മയാണെങ്കിൽ വിഷ്ണുവിൻ്റെ ആ ചിതാഭസ്മം എടുത്തിട്ട് ഇങ്ങനെ ശാലിനിക്ക് അരികിലേക്ക് ചെല്ലുന്നുണ്ട്. അവസാനം ആചാരവിധി പ്രകാരമായിട്ട് ഇത് പാപനാശിനിയിൽ ഒഴുക്കാനിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ ശാലിനിയുടെ കയ്യിലേക്ക് കൊടുക്കാനായിട്ട് തുടങ്ങുന്ന ആ ഒരു ടൈമിൽ ശാലിനി കുഴഞ്ഞങ്ങ് വീഴുകയാണ്. ബോധം കെട്ട് താഴേക്ക് വീഴുന്നുണ്ട്. എന്നിട്ട് രേഷ്മ അത് ടേബിളിലേക്ക് വെച്ചിട്ട് വെള്ളം എടുക്കുമെന്ന് പറയുന്നുണ്ട്. റസാക്ക് മാഡം എന്നും പറഞ്ഞ് ചെല്ലുന്നുണ്ട്. തുടർന്ന് വെള്ളം ആരോ കൊടുക്കുമ്പോൾ രേഷ്മ അത് മുഖത്തേക്ക് തളിക്കുകയാണ്. അന്നേരം പതിയെ ഇങ്ങനെ ശാലിനി കണ്ണു തുറക്കുന്നുണ്ട്. എല്ലാവരും ഒരു മങ്ങിയ ഇത് പൂർണ്ണമായിട്ടല്ല, ഒരു മങ്ങി എന്ന പോലെ ഇങ്ങനെ ശാലിനി എല്ലാ രൂപമായിട്ട് ഇങ്ങനെ വെറുതെ കാണുന്നുണ്ട് റസാക്കിനെയും പിന്നെ രേഷ്മയും ഒക്കെ. തുടർന്ന് ഒന്നുകൂടി വെള്ളം തളിക്കുകയാണ്. എന്നിട്ട് ശാലിനിയെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട് രേഷ്മ. അന്നേരം റസാക്ക് പറയുന്നുണ്ട്, മാഡം തളരരുത്, ഏതവസ്ഥയിൽ നമ്മൾ പിടിച്ചു നിന്നല്ലേ മതിയാകൂ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം പിന്നെ രേഷ്മയും കുറേയൊക്കെ സംസാരിക്കുമ്പോൾ പിന്നെ ശാലിനിയാണെങ്കിൽ പതിയെ എഴുന്നേൽക്കുകയാണ്. പതിയെ എഴുന്നേറ്റിട്ട് ആ ഒരു ചിതാഭസ്മം എടുക്കുന്നുണ്ട്. ചിതാഭസ്മം എടുത്ത് ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് വിഷ്ണുവുമായിട്ടുള്ള കുറേ സന്ദർഭങ്ങൾ, മുമ്പ് ആ സൈക്കിളിൽ പരീക്ഷ എഴുതാൻ കൊണ്ടുപോയതും, തട്ടുകടയിൽ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയതും, കടൽ തീരത്ത് പോയതും, ഒരു എടുത്തുകൊണ്ട് ശാലിനി എടുത്തുകൊണ്ട് ഇങ്ങനെ അമ്പലത്തിൻ്റെ ആ ഒരു പടവ് കയറിയതും ഒക്കെ ഇങ്ങനെ ശാലിനിയാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് കരയുകയാണ്. എന്നിട്ട് രേഷ്മയാണെങ്കിൽ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അവസാന കാലത്ത് പിന്നെ ശാലിനി ഞാനിതൊക്കെ അറിയിക്കേണ്ടതായിരുന്നു. ഭാര്യയുടെ ശാലിനിയുടെ സാമീപ്യം ഒരു പക്ഷേ വിഷ്ണു ആഗ്രഹിച്ചിട്ടുണ്ടാകണം എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനിയാണെങ്കിൽ അതും ചേർത്ത് ചിതാഭസ്മം ഇങ്ങനെ ചേർത്ത് പിടിച്ചങ്ങ് നെഞ്ചുകൊട്ടി കരയുകയാണ്. എന്നിട്ടാണെങ്കിൽ ശാലിനി ആണെങ്കിൽ രേഷ്മയോട് പറയുന്നുണ്ട്, രേഷ്മയ്ക്ക് ചെയ്തു തരാൻ പറ്റുന്ന ആ ഒരു പിന്നെ സഹായം എന്ന്. അതിന് മുന്നേ ചിതാഭസ്മം എടുക്കുന്നതിന് മുന്നേ ആണെങ്കിലും എടുത്തതിന് ശേഷമാണെങ്കിൽ രേഷ്മയോട് ശാലിനി പറയുന്നുണ്ട്, പിന്നെ ആ ഒരു 5 അവയവങ്ങൾ ദാനം ചെയ്തു എന്നല്ലേ പറഞ്ഞത്, അത് ആരൊക്കെയാണ് എനിക്കൊന്ന് പിന്നെ കാണണം, എനിക്ക് വേണ്ടി തുടിച്ച ഹൃദയമൊക്കെ അല്ലേ, അപ്പോൾ അത് ആർക്കൊക്കെയാണ് കൊടുത്തത്, അവകാശവാദത്തിന് ഒന്നിനുമല്ല, എനിക്കൊന്നും അറിഞ്ഞിരിക്കാൻ വേണ്ടി എന്ന് മാത്രം എന്ന് പറഞ്ഞിട്ടാണ് ഇതും കൊണ്ടൊരു മൂലയ്ക്ക് പോയി നിന്ന് ശാലിനി അങ്ങ് കരയുന്നത്. അന്നേരമാണ് രേഷ്മ എന്ന് പറയുന്നതൊക്കെ അവസാന കാലത്ത് ഇങ്ങനെ സാമീപ്യം ആഗ്രഹിച്ചിട്ടുണ്ടാകണം എന്നുള്ളതൊക്കെ. അന്നേരം രേഷ്മ പറയുന്നുണ്ട്, ശാലിനി പറയുന്നുണ്ട്, രേഷ്മയ്ക്ക് എനിക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഒരു സഹായം ഏറ്റവും വലിയ സഹായം എന്ന് പറയുന്നത് വിഷ്ണുവേട്ടൻ്റെ ആ അവയവങ്ങൾ കൊടുത്ത അതൊരു എനിക്കൊന്ന് കാണിച്ചു തരിക, പിന്നെ കുറഞ്ഞ പക്ഷം ഹൃദയം കൊടുത്തത് ആരാണ് എന്നുള്ളത് എനിക്ക് അറിയണം, എനിക്ക് വേണ്ടി തുടിച്ച ഹൃദയമായിരുന്നു അത്, ദൂരെ നിന്നൊന്ന് കണ്ടാൽ മതി, ഒരു തവണ ഒരേ ഒരു പ്രാവശ്യം പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് തൊഴുകയാണ്. അന്നേരം ഞാൻ ചെയ്തു തരാം, ഞാൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും പ്രായശ്ചിത്തപരമായിട്ട് ഞാനത് കണ്ടുപിടിച്ച് തന്നിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ആ ചിതാഭസ്മമായിട്ട് ഇങ്ങനെ ചുവര് ചേർന്നാണ് നിൽക്കുന്നത്. എന്നിട്ട് പതിയെ നിരങ്ങി തറയിലേക്ക് ഇരുന്ന് അതും ചേർത്ത് പിടിച്ചങ്ങ് കരയുന്നുണ്ട്. അതിനുശേഷം ശാലിനിയാണെങ്കിൽ ഇതുമായിട്ട് തിരികെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അതൊരു ഓട്ടോയിലാണ് പോകുന്ന ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. അന്നേരം ആ ഓട്ടോയിൽ പോകുമ്പോഴും ശാലിനി ഇങ്ങനെ ആ ചിതാഭസ്മം ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. എന്നിട്ടും വിഷ്ണു പറയുന്ന ആ ഒരു സീനൊക്കെ ഓർമ്മിക്കുന്നുണ്ട്. ആ തട്ടുകടയിൽ വെച്ച് എൻ്റെ ഹൃദയം തനിക്ക് വേണ്ടിയിട്ടാണ് തുടിക്കുന്നത്, നമ്മളെ പിരിക്കാൻ ആർക്ക് സാധിക്കില്ല, ഈ ഇരിപ്പിൽ ഞാനങ്ങ് തട്ടിപ്പോയാലും എൻ്റെ ഹൃദയം തനിക്ക് വേണ്ടി തുടിക്കും എന്നൊക്കെ പറഞ്ഞതൊക്കെ ഓർമ്മിച്ചങ്ങ് ശാലിനി പൊട്ടി കരയുകയാണ്. അന്ന് ആ ഒരു റോഡിൽ വെച്ച് ശാരദാമ്മയുടെ വീട്ടിൽ നിന്ന് വഴക്കിട്ടിറങ്ങിയപ്പോൾ റോഡിൽ വെച്ച് മുള്ളു കൊണ്ടപ്പോൾ വിഷ്ണു എടുത്തുകൊണ്ടൊക്കെ പോയില്ലേ, ആ സീനൊക്കെ ഓർമ്മിക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനി പിന്നെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ വിഷ്ണു പുറകിലിരിക്കുന്നതും തിരിച്ച് സൈക്കിളിൽ പോകുന്നതും ഒക്കെ ഇങ്ങനെ ഓർമ്മിച്ച് ശാലിനി അങ്ങ് കരയുകയാണ്. ഇതേ സമയം അവിടെ സത്യഭാമയുടെ വീട്ടിൽ ശിവനാണെങ്കിൽ അവിടെ ആ വിഷ്ണുവിൻ്റെ ജീപ്പ് കഴിയും തുടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അകത്താണെങ്കിൽ സത്യഭാമ കുട്ടികളെയൊക്കെ റെഡിയാക്കുകയാണ്. അന്നേരം മുടിയൊക്കെ ഇങ്ങനെ പിന്നി കെട്ടി കൊടുക്കുന്നുണ്ട്. അന്നേരം പതുക്കെ സത്യാമ്മയെന്നൊക്കെ സത്യ പറയുന്നുണ്ട്. ഈ സമയത്ത് ശാരദാമ്മ ബാഗും ചോറും ഒക്കെ ആയിട്ട് വരികയാണ്. അന്നേരം രണ്ടുപേരും ഭക്ഷണം മുഴുവൻ കഴിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ മുഴുവനും കഴിക്കുമെന്ന് ഇങ്ങനെ സത്യ പറയുന്നുണ്ട്. അന്നേരം പപ്പി ആയിരിക്കും അല്ലേ സത്യാമ്മയെ കഴിക്കാത്തത് എന്നിങ്ങനെ പിന്നെ ശാരദാമ്മ പറയുകയാണ്. അന്നേരം പിന്നെ ഇവർ രണ്ടുപേരും കൂടിയുള്ള പരിപാടിയാണ്.
ഒരാളെ ഒറ്റ കൊടുക്കത്തില്ല എന്നിങ്ങനെ പറയുമ്പോൾ അത് തന്നെയാണ് സഹോദര സ്നേഹം, അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷേ ഒരാൾ തെറ്റ് ചെയ്താൽ ഒരാൾ തിരുത്തണം എന്നിങ്ങനെ പറയുമ്പോൾ ഓ ശരി എന്നിങ്ങനെ സത്യ പറയുന്നുണ്ട്. തുടർന്ന് പിന്നെ അവരാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അന്നേരം ബെല്ലടിക്കുന്നതിന് മുമ്പേ സ്കൂളിൽ എത്തണം എന്നിങ്ങനെ സമയമായി എന്നിങ്ങനെ സത്യമ്മ പറയുമ്പോൾ എത്രയൊക്കെ താമസിച്ചാലും ബെല്ലടിക്കുന്നതിന് മുമ്പേ ശിവനങ്ങൾ നമ്മളെ കൊണ്ടെത്തിക്കുമെന്നിങ്ങനെ പപ്പി പറയുന്നുണ്ട്. തുടർന്ന് ബാഗായിട്ട് ഇവരിങ്ങനെ റൂമിൽ നിന്ന് എണീക്കുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ ആ ഫോട്ടോയുടെ മുന്നിൽ നിന്നും ആ ഒരു പലിശ പിരിക്കാൻ പോകുന്ന ആ ഒരു ബാഗുണ്ടല്ലോ അതിങ്ങനെ ഫാമ എടുക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവിൻ്റെ ഫോട്ടോയിലേക്ക് ഇങ്ങനെ സങ്കടത്തോടെ നോക്കുന്നുണ്ട്. ശാരദാമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. എന്നിട്ട് അപ്പോൾ ശിവൻ്റെ അടുത്തേക്ക് വണ്ടിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഹായ് അങ്കിൾ എന്നും പറഞ്ഞ് രണ്ടുപേരും ഓടിക്കൊണ്ട് ചെല്ലുകയാണ്. പിന്നാലെ ഫാമയും ചെല്ലുന്നുണ്ട്. ശാരദാമ്മ അവിടെ ഉമ്മർത്ത് നിൽക്കുന്നേ ഉള്ളൂ. അന്നേരം നിങ്ങൾ റെഡിയാകും ചോദിക്കുമ്പോൾ റെഡിയായെന്ന് പറയുകയാണ്. എങ്കിൽ പിന്നെ പൊയ്ക്കളയാൻ കയറിക്കോ എന്ന് പറയുകയാണ്. അന്നേരം സത്യയാണെങ്കിൽ ഫ്രണ്ടിലേക്കും പപ്പിയാണെങ്കിൽ പുറയിലേക്കും കയറുന്നുണ്ട്. അന്നേരം സത്യഭാമയാണെങ്കിൽ ആ ഒരു ബാഗ് ശിവൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. പലിശ പിരിക്കേണ്ടവരുടെ ലിസ്റ്റ് ഇതിലുണ്ട്. ആ ഒരു ജയരാമൻ ഉണ്ട്, പിന്നെ അയാൾ പ്രത്യേകം നോട്ട് ചെയ്യണം. 2 മാസത്തെ പലിശ ഉണ്ടോ എന്ന് പറയുമ്പോൾ അത് വാങ്ങിച്ചിട്ട് ശരി സത്യാമ്മ എന്നും പറഞ്ഞ് കുട്ടികളെ കൊണ്ട് പോകുന്നുണ്ട്. കുട്ടികൾ ടാറ്റയൊക്കെ പറയുകയാണ്. ഭാമയും അതേപോലെ ടാറ്റയൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഇതൊക്കെ നോക്കി ഇങ്ങനെ ശാരദാമ്മ വിഷമിച്ച് നിൽക്കുകയാണ്. തുടർന്ന് സത്യഭാമ തിരിച്ചു വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് ശിവൻ ഉള്ളത് കൊണ്ട് ഇതൊക്കെ തൽക്കാലം രക്ഷപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ ഞാൻ പെട്ടുപോയേനെ, ഇതൊക്കെ നോക്കേണ്ട മകനാണെങ്കിലോ എവിടെ പോയി കിടക്കുന്നു എന്നും പറഞ്ഞ് ഭാമ പറയുകയാണ്. അന്നേരം ശാരദാമ്മ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നു. ഈ ഒരു സീനോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇന്നത്തെ എപ്പിസോഡ് കൂടി വിഷ്ണുവിൻ്റെ സീനുകളൊക്കെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇനിയാണ് ശാലിനി തിരികെ ആ ഒരു വീട്ടിലേക്ക് എത്തുന്നത്, ചിതാഭസ്മമായിട്ട് വീട്ടിലേക്ക് എത്തുന്നതും പിന്നീട് വീട്ടിൽ ശാരദാമ്മ അറിയുന്നതുമൊക്കെ ഇനി അടുത്ത എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.